ശ്രീ അനിൽകുമാർ, കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ചോദ്യമായിട്ട് താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നില്ല. താങ്കൾ തന്നെ അത് കുറിച്ചെടുക്കുന്നുണ്ടായിരുന്നല്ലോ ഓരോ ഘട്ടത്തിൽ. താങ്കളുടെ പ്രതികരണം എന്താണ്? ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണദാസും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, RSSകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല. ഭരണഘടന ഉണ്ടാക്കുന്നതിലും RSSന് പങ്കൊന്നുമില്ല. പക്ഷെ ഭരണഘടനയുടെ ഒന്നാമത്തെ ആ വകുപ്പുകളൊന്ന് വായിച്ച്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ? അവിടെ കുട്ടികളുണ്ടോ? കുട്ടികളുടെ കരച്ചിലുണ്ടോ? നിങ്ങൾ ഏത് ഭരണഘടനയാണ് പറയുന്നത്? മോഹൻ ഭഗവത് എന്ന് പറയുന്നത് രക്ഷകർത്താവും നരേന്ദ്രമോദി കുട്ടിയുമാണ്. RSS തീരുമാനിക്കുന്ന പോലെ കുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് BJPയും RSSുമായിട്ടുള്ള ബന്ധമാണ്. അത് കേരളത്തോട് വേണ്ട, അത് സംസ്ഥാനങ്ങളോട് വേണ്ട, അത് RSSും BJPയും കൂടെ നടപ്പാക്കിക്കൊണ്ടാൽ മതി. മാതൃസംഘടന RSS ആണ് മാതൃസംഘടന. BJP എന്ന് പറയുന്നത് അതിന് കീഴെയുള്ളൊരു സംഘടന. അതല്ല ഇന്ത്യൻ ഭരണഘടന. നരേന്ദ്രമോദി ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന ധാർഷ്ട്യമാണ്, ധിക്കാരമാണ് ഇന്ന് BJPയുടെ പ്രതിനിധിയുടെ സംസാരത്തിലുടനീളം ഞാൻ ദർശിച്ചത്. അതുകൊണ്ട് കേരളം ഇന്ത്യയോട് പറയുന്നത് ഈ സർക്കാരിനെ എത്രയും വേഗം പുറത്താക്കണം. എന്നാൽ അതിൻ്റെ സ്ഥാനത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ടുവന്നാലോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തന്നെത്താനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതിന് കാരണം എന്താണ്? അവർക്കും BJPക്കെതിരായ പ്രത്യയശാസ്ത്രപരമായ യുദ്ധത്തിനകത്ത് ഇന്ത്യൻ ഭരണഘടനയെ ഉപജീവിച്ച് യുദ്ധം നടത്താൻ ചില വിഷമങ്ങളുണ്ട്. അതാണ് BJPയുടെ ചില ആശയങ്ങളോട് ഒത്തു കോൺഗ്രസ് നിൽക്കുന്നതിന് കാരണം. കോൺസ്റ്റിറ്റ്യൂഷനിലായി ഈ വിഷയത്തെ എങ്ങനെ കോൺഗ്രസ് കാണുന്നത് ശ്രീകുമാർ സാറ് പറയില്ല. അതിന് കാരണം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾ വെച്ചിട്ടാണ് സമരം, കർണാടകത്തിൻ്റെ സമരം. ആ സമരം കുഴപ്പമില്ലാത്ത സമരമാണ്. കേരളം പോകുമ്പോൾ മാത്രമാണ് കുഴപ്പം. അത് മനസ്സിലാകുന്നില്ല. ഇനി ഈ സമരത്തിന് ആധാരമായ പ്രശ്നം എന്താ? ഏതെങ്കിലും പൈസയുടെ കണക്ക് കൊടുക്കാത്ത വിഷയമാണോ? കണക്ക് കൊടുക്കുന്നതിന് ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും സർക്കാരിന് മുന്നിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ കണക്ക്. ആ കണക്ക് എന്താണെന്നറിയോ? രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി ഡിജിറ്റലൈസ് ചെയ്തതിൽ 100% ഡിജിറ്റലൈസ് ചെയ്ത ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് കേരളമാണ്. നമ്മുടെ വീട്ടമ്മമാർ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ അറ്റൻഡൻസ് ഓൺലൈനായിട്ട് അന്നന്ന് കൊടുക്കാനും അതിൻ്റെ സൈറ്റുകളിൽ ഫോട്ടോ കൊടുത്ത് അപ്ലോഡ് ചെയ്യാനും തക്കവണ്ണം ഡിജിറ്റലൈസ് ചെയ്ത ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് കേരളമാണ്. ആ കേരളത്തിനാണോ ഏതെങ്കിലും ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ കണക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ട്? നിങ്ങളെന്ത് ന്യായ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി ഇന്ത്യ രാജ്യത്തെ എല്ലാ ഒന്നാം സമ്മാനങ്ങളും ഈ കേരളത്തിലേക്ക് പോരുന്നത് കണക്ക് കൊടുക്കാഞ്ഞിട്ടാണോ? ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ആയുർദൈർഘ്യം, മാതൃമരണം, സാക്ഷരത, ഇതിലെല്ലാം അവാർഡ് ഇങ്ങോട്ട് കിട്ടുന്ന കണക്ക് കൊടുക്കാഞ്ഞിട്ടാണോ? നിങ്ങൾ തരുന്ന അവാർഡുകളെല്ലാം തെളിയിക്കുന്നത് ഞങ്ങൾ നന്നായിട്ട് കണക്ക് കൊടുക്കുന്നുണ്ടെന്നാണ്. പക്ഷെ കൊടുത്ത കണക്കിൽ അക്ഷരത്തെറ്റ് കണ്ടുപിടിച്ച് അത് തിരിച്ചു തരുന്ന രോഗം വേറെ, ആ രോഗത്തിന് ചികിത്സ വേറെ വേണം. നമ്മുടെ കേസ് അതല്ല. നമ്പർ 1, ഇന്ത്യ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ വികസിത സംസ്ഥാനങ്ങളുണ്ട്, അവികസിത സംസ്ഥാനങ്ങളുണ്ട്. നിങ്ങളുടെ ഫോക്കസ് എന്താണ്? വികസിച്ച സംസ്ഥാനങ്ങൾക്ക് വികസനം നിലനിർത്താൻ പണം കൊടുക്കുമോ? കൊടുക്കുമെങ്കിൽ ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം. അതുകൊണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഡിമാൻഡ് അടുത്ത ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം. കാരണം 10ാം ധനകാര്യ കമ്മീഷൻ 3.89% തുക നമുക്ക് നൽകിയിരുന്നു. ഇപ്പോൾ 1.92 ഉള്ളൂ. ഈ കാശെന്ന് പറയുന്നത് മോദി നിർമ്മല സീതാരാമനോട് അധ്വാനിക്കുന്ന പൈസയല്ല കേട്ടോ, അദാനി കൊടുത്ത പൈസയല്ല കേട്ടോ, കോർപ്പറേറ്റുകൾ കൊടുത്ത കാശല്ല കേട്ടോ. കോർപ്പറേറ്റ് നികുതിയെല്ലാം കുറച്ചു. ഈ പണമെന്ന് പറയുന്നത് മലയാളി അധ്വാനിച്ച് അങ്ങോട്ട് കൊടുത്ത കാശാണ്. ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി ആകെ പിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പിരിവാണ്. ആ പിരിവിലെ 41% വീതിക്കണം. ആ വീതിക്കുമ്പോഴുള്ള മാനദണ്ഡമാണ് പറയുന്നത്. അതിൽ കേന്ദ്ര സർക്കാർ കാണിച്ചൊരു കള്ളം എന്താണ്? നിങ്ങൾ സെസ് പിരിക്കുന്നു, 13% സെസ്സാണ്. ആ സെസ്സിൻ്റെ പ്രത്യേകത എന്താണ്? സംസ്ഥാനങ്ങളുമായി പങ്കിടാത്ത സെസ്. അപ്പോൾ 3 കാര്യം ഒന്നായിട്ട് പറയാം. ഒന്ന്, അടുത്ത ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡം വികസിത സംസ്ഥാനങ്ങൾക്ക് വിഹിതം കിട്ടത്തക്ക വിധം പൊളിച്ചെഴുതണം. നമ്പർ 2, സംസ്ഥാനങ്ങളുമായി പങ്കിടാത്ത എല്ലാ സെസ്സുകളും കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണം. 3ാമത്തെ കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കേന്ദ്രം കൊടുക്കുന്ന പ്രത്യേക പാക്കേജുകളുടെ പണി നിർത്തണം.
നിങ്ങൾ ഗുജറാത്തിൽ പോകുമ്പോൾ ഗുജറാത്ത് പാക്കേജ്, ലക്ഷദ്വീപ് പോകുമ്പോൾ ലക്ഷദ്വീപ് പാക്കേജ്. ഈ കേരളത്തിൻ്റെ മേലെ കൂടിയല്ലേ ഈ പ്രധാനമന്ത്രി പോയത്? എന്നിട്ടെന്താ കേരളത്തിന് പാക്കേജ് ഇല്ലാത്തത്? ഈ 10 കൊല്ലത്തിടയ്ക്ക് കേരളത്തിന് പാക്കേജ് ഉണ്ടോ? ശബരിമലയ്ക്ക് തീവണ്ടിപ്പാതയുണ്ടോ? കേരളത്തിന് എയിംസ് ഉണ്ടോ? ഈ കേരളത്തിന് എരുമേലി വിമാനത്താവളത്തിന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടോ? നിങ്ങൾ കാപ്പക്സ് മൂലധനത്തിന് പണം തരുമെന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിഞ്ഞ മാസം കൈക്കൊല്ലം പണം വെച്ചോ? നിങ്ങൾ കേരളത്തിൻ്റെ K-ഫോൺ പദ്ധതിക്ക് എന്താണ് പറയുന്നത്? സൺറൈസ് എക്കോണമി ഉണ്ടാക്കുന്നതിന് വേണ്ടി പണം തരുമെന്നല്ലേ നിങ്ങൾ 1 ലക്ഷം കോടി രൂപയുടെ ഈ മൂലധന വായ്പയുടെ പുതിയ വകുപ്പ് വെച്ചിരിക്കുന്നത്? സൺറൈസ് അതിൻ്റെ ഭാഗമാണ് K-ഫോൺ. ഇന്ത്യ രാജ്യത്ത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുള്ള ഏക സ്റ്റേറ്റ് കേരള. ഗ്രഫീൻ നിർമ്മിക്കുന്ന ഏക സ്റ്റേറ്റ് കേരള. നിങ്ങളതിന് കാശ് തരുമോ? ഞങ്ങൾ കാശ് ചോദിക്കുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ്. അത് യു പിയിലില്ലെന്ന്. അപ്പോൾ യു പിക്കാരന് കൊടുക്കാൻ പറ്റില്ല, കേരളത്തിനും വേണ്ട. ഇതാണ് നിങ്ങളുടെ നയം. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വെച്ചാൽ കൊണ്ട് ആയനത്തിൽ പണം തരില്ല. എന്നാൽ പിന്നെ നിങ്ങൾ കാപ്പക്സിൽ പൈസ, അതിൻ്റെ ഭാഗമായിട്ട് ഗ്രഫീൻ ഉണ്ടാക്കാൻ പൈസ തരൂ, ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ ഉണ്ടാക്കാൻ പൈസ തരൂ, കേരളിന് പൈസ തരൂ. നിങ്ങളെ മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് 50 കൊല്ലത്തേക്ക് പലിശയില്ലാതെ 1 ലക്ഷം കോടിയില്ലേ, കേരളിന് കൊണ്ട് പൈസ തരൂ. അപ്പം നിങ്ങളുടെ സോമാർ അത് ഞങ്ങൾ കൊടുക്കുന്നത് മുംബൈയിൽ കൊടുക്കും, അത് ഞങ്ങൾ ഡൽഹി മീററ്റ് കൊടുക്കും. എന്താ കേരളം എന്താ പാകിസ്ഥാനില്ല? മാത്രമല്ല, ഞാൻ ഈ ചർച്ചയിൽ സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം ചോദിക്കുന്നു. GDP ഇലക്ഷൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. കേന്ദ്ര സർക്കാർ മുമ്പ് 75% കേന്ദ്ര പദ്ധതിയിൽ പൈസ തന്നുകൊണ്ടിരുന്നത്. ആകെയുള്ള ചെലവിൻ്റെ 75. ഇപ്പം നിങ്ങൾ എത്രയാണ് തരുന്നത്? 60%. സ്വാഭാവികമായിട്ടും 15% കേരളം അധികം കൊടുക്കണ്ടേ? 6000 കോടി രൂപ എല്ലാ വർഷവും അധിക ചെലവ് വന്നിരിക്കുക. നെക്സ്റ്റ് പോയിൻ്റ് എന്താണ്? നിങ്ങളുടെ ഈ പണം ഇങ്ങനെ ആദ്യം കേരളം ചിലവാക്കണം, സംസ്ഥാനം ചിലവാക്കണം. ഞങ്ങൾ പൈസ എവിടെ നിർത്തി ചിലവാക്കും? ഞങ്ങൾ ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ട് ചിലവാക്കണം. എന്നിട്ട് കണക്കെല്ലാം കൊടുത്തിട്ട് നിങ്ങളുടെ സൗകര്യത്തിന് 2 കൊല്ലം കഴിഞ്ഞ് കാശ് തരുമായിരിക്കും. ഈ 2 കൊല്ലത്തേക്ക് പലിശ പോകട്ടെ. ഈ പണം കടമെടുക്കുമ്പോൾ കേരളത്തിൻ്റെ ഇന്നത്തെ കടബാധ്യത നിങ്ങൾ പെടുത്തുമോ? ഇതാണ് ഞങ്ങളുടെ അടുത്ത ചോദ്യം. നമ്മുടെ GDPയുടെ 3% കടമെന്ന നിയമം നിർമ്മലാ സീതാരാമൻ പാലിക്കുമോ? GDPയുടെ 3% കടമെങ്കിൽ കേന്ദ്രത്തിന് എത്ര കോടി കടമെടുക്കാം? അത് കൃത്യമായിട്ട് പറഞ്ഞാൽ കേന്ദ്രം ഇന്ന് എടുത്തിരിക്കുന്ന കടന്ന് പറയുന്നത് 166 ലക്ഷം കോടി രൂപയാണ്. മിനിഞ്ഞാന്ന് കപിൽ സിബൽ പാർലമെന്റിൽ പറഞ്ഞ കണക്ക് 166 ലക്ഷം കോടി. ഒരു മാസം നിർമ്മലാ സീതാരാമൻ എടുക്കുന്ന കടം 1.5 ലക്ഷം കോടി. കേരളത്തിന് ആകെ കിട്ടുന്ന കടം എത്രയാണെന്നറിയാമോ? 36,000 കോടി. ഈ 36,000 കോടി മഹാപരാധമാണ്. ഞങ്ങൾ 18 ലക്ഷം കോടി കൊടുക്കുന്നത് ഭാരതത്തെ ശക്തിപ്പെടുത്താനാണ്. അത് മനസ്സിലാവില്ല ആർക്കും. എന്നിട്ട് ഈ പണം എടുത്തിട്ട് നിങ്ങളെന്താ കാണിക്കുന്നത്? നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഇന്ത്യ രാജ്യത്ത് നികുതിയുടെ വല നീട്ടി വിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടോ ആരാ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്നത്? ഇന്ത്യയിലെ സമ്പന്നന്മാർ കൊടുക്കുന്ന നികുതിയുടെ അളവ് നികുതി ഘടനയിൽ വളരെ കുറഞ്ഞു. ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരായ 1% കൊടുക്കുന്ന നികുതി 16.7. ഏറ്റവും ദുർബലരായ മനുഷ്യർ കൊടുക്കുന്ന നികുതി എന്ന് പറയുന്നത് 50%-ലേറെയായി. എന്നിട്ട് പാവപ്പെട്ടവനെല്ലാം പരോക്ഷ നികുതി ഇങ്ങനെ പിരിച്ചു വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ കൂടുതൽ പണം കൊടുത്തു, ഞങ്ങൾക്ക് കൂടുതലൊന്നും തരണ്ട, ഞങ്ങൾ കേന്ദ്ര അവഗണന നല്ല പറയുന്നത്. ധനകാര്യ ഫെഡറലിസത്തിൻ്റെ ഭാഗമായി കേന്ദ്രം പാലിക്കേണ്ട മര്യാദകളുണ്ട്. ആ മര്യാദകളുടെ ഭാഗമായി ലോകത്തിന് മുന്നിൽ പോകുമ്പോൾ ഇതാ പട്ടിണിയില്ലാത്തൊരു സംസ്ഥാനം ഞങ്ങളുടെ രാജ്യത്തുണ്ടെന്ന് വിശ്വഗുരു എന്ന് പറയുന്ന മോദിക്ക് പറയാമല്ലോ. ഇതാ കേരളം, എല്ലാവരും അക്ഷരം പഠിപ്പിച്ചൊരു നാട് ഈ കേരളം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന് നിങ്ങളുടെ വിശ്വഗുരുവിന് പോയി പറയാമല്ലോ. ഇനി അധികം പറയാൻ പുള്ളിയുടെ ഗവൺമെൻറ്റിന് ആയുസൊന്നുമില്ല, അത് പോട്ടെ. എന്താ നിങ്ങൾ പറയാത്തത്? കേരളത്തിൻ്റെ നേട്ടം പറയാത്തത്? ഇതെല്ലാം കെട്ടിപ്പടുത്ത ദൂർത്താണ്. ഞാൻ ഈ N. ശ്രീകുമാർ സാറിനോട് ചോദിക്കുക, സാറേ ഉമ്മൻചാണ്ടി സർക്കാർ മാറി LDF വന്ന ശേഷം ഞങ്ങൾ കേരളം പുറകോട്ട് പോയ ഒരു പോയിന്റ് പറ. നിങ്ങൾ വേറെ എല്ലാം വിട്, ഞങ്ങൾ പുറകോട്ട് പോയൊരു പോയിന്റ് പറ. ഏതെങ്കിലും ഒരു മേഖലയെ കേരളം പുറകോട്ട് പോയെങ്കിൽ ഇന്ന് ശ്രീകുമാർ സാർ പറ, ഈ ചർച്ചയെ വെല്ലുവിളിക്കുന്നു, ഇതാ ഇന്ന കാര്യത്തിൽ ഞങ്ങൾ പുറകോട്ട് പോയി. അല്ല, കേരളത്തെക്കാൾ മുമ്പിൽ ഇന്ത്യയിലെ ഏതെങ്കിലും വേറൊരു സ്റ്റേറ്റ് വന്നു, നിങ്ങൾക്ക് പറയാം, കർണാടക വന്നേ പറയാം. ഒരാൾക്കും പറയാനില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ക്ലിഫ് ഹൗസിനകത്ത് തൊഴുത്തുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ പശുക്കൂടുണ്ടെന്നോ ലിഫ്റ്റ് ഉണ്ടെന്നോ, സർക്കാർ സ്കൂളിൽ ലിഫ്റ്റ് വെച്ച സർക്കാരായത്. ആ സർക്കാരിനെ കുറിച്ചാണ് നിങ്ങൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി. അതുകൊണ്ട് കേരള സർക്കാരിനെതിരായ നിങ്ങളുടെ ധൂർത്തിൻ്റെയും മറ്റായ ആരോപണങ്ങൾ അതൊന്നും നിൽക്കത്തില്ല. നിങ്ങൾക്ക് ആകെ പറ്റുന്ന കാര്യം എന്താ? ഈ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ 2-3 മാസം താമസിപ്പിക്കാം. നാട്ടുകാർ കുറേ പേര് ഞങ്ങളെ ചീത്ത പറയും, ഞങ്ങൾ ചീത്ത കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ഈ സമരം നടത്തി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇവർക്ക് എന്തെങ്കിലും ഗതി ഉണ്ടായിരുന്ന ഈ പെൻഷൻ ആദ്യം കൊടുത്തേനെ കേട്ടോ.
തീരെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് കൊടുക്കാത്തത്. അപ്പം ചില ആളുകളുടെ ചോദ്യം എന്താണ്, ഈ കേന്ദ്രത്തിൽ നിന്ന് മോദി തന്നിട്ടാണോ നിങ്ങൾ കൊടുക്കുന്നത്? അല്ല, മോദി അല്ല തരുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാശ് ഏത് നികുതിയായിട്ട് കേരളം കേന്ദ്രത്തിലേക്ക് ഇന്ന് കൊടുക്കുമ്പോൾ 1 രൂപ അങ്ങോട്ട് കൊടുത്താൽ 25 പൈസ തിരിച്ചു കിട്ടും. അതേസമയം ഉത്തർപ്രദേശുകാരൻ 1 രൂപ കൊടുത്താൽ 1 രൂപ 73 പൈസ തിരിച്ചു കിട്ടും. ആസാംകാരൻ ഈ കേരളത്തെക്കാൾ കൂടുതൽ പൈസ കിട്ടുകയാണ്. ആസാമിന് വിഹിതം എത്രയാണെന്ന് അറിയാമോ? 3.79. കേരളത്തിൻ്റെ വിഹിതം എത്രയാണ്? 1.79. എന്താ ആസാംകാരും കേരളമായിട്ടുള്ള വ്യത്യാസം? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഈ മലയാള ഭാഷയെ വർത്താനം പറയുന്നവരല്ലേ നമ്മുടെ പാനലിസ്റ്റുകൾ? നിങ്ങൾ മലയാളമല്ലേ പറയുന്നത്? ഈ മലയാളക്കരയിലെ മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ? നമ്മൾ അന്തസ്സായിട്ട് ഇന്ത്യ രാജ്യത്തിന് അഭിമാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേസ് ഇതാണ്. ഈ കേസ് മനസ്സിലായില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. അതിനു പകരം പ്രേമേന്ദ്രൻ കൊണ്ട് കൊടുക്കുന്ന കണക്ക് നിർമ്മല സീതാരാമൻ മറുപടി പറഞ്ഞപ്പോൾ ഇങ്ങനെയായിപ്പോയി. പ്രേമേന്ദ്രൻ നിർമ്മല സീതാരാമനും ഈ UDF എല്ലാം കൂടെ ഒപ്പിച്ച് പരിപാടി നടത്തുക. ആ കൂട്ടുകച്ചവടം പൊളിഞ്ഞു. ഈ സമരത്തിന് മുന്നിൽ കൂട്ടുകച്ചവടം പൊളിഞ്ഞു. അതാണ് യാഥാർത്ഥ്യം. ശരി, ഞാൻ വരാം ശ്രീ അനിൽകുമാർ. ശ്രീ കൃഷ്ണദാസ്, ഇതാണ് കേരളത്തിൻ്റെ പ്രശ്നം. ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളാണ് കേരളത്തിന് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാനത് മുഴുവൻ താങ്കളെ കേൾപ്പിച്ചത്.